അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ ഷാ അൻസാർ, ഇപ്പോൾ ACPയും ഒപ്പം തന്നെ അതിന് തൊട്ടു മുൻപ് DCPയും പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ഇപ്പോൾ തന്നെ കന്യാകുമാരി പോലീസിൽ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അവർ കൃത്യമായ നീക്കങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിവരങ്ങൾ. അപ്പോൾ അടുത്ത മണിക്കൂറുകളിലെ പോലീസിന്റെ നീക്കം എന്താണ്? ഒപ്പം തന്നെ ഈ കുടുംബത്തെ ഈ കാര്യങ്ങളൊക്കെ പോലീസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചോ? തീർച്ചയായിട്ടും അവർ ഈ കുടുംബവുമായി പോലീസ്, പ്രത്യേകിച്ച് ACP ഉൾപ്പെടെയുള്ളവർ ഈ വാട്സപ്പിലൂടെ ബന്ധപ്പെടുന്നുണ്ട്. ഈ കുട്ടിയുടെ ചിത്രം കിട്ടിയ ആ സമയം തന്നെ ഈ കുടുംബത്തെ അറിയിച്ചിരുന്നു. ഞാൻ എത്താം അഖിൽ ഷാ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കന്യാകുമാരിയിലേക്ക് പുറപ്പെടുകയാണ് ഒരു പോലീസ് സംഘം എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഹരി, പോലീസിന്റെ ഒരു സംഘം കന്യാകുമാരിയിലേക്ക് ഉടൻ തിരിക്കുമെന്ന് നേരത്തെ DCP അറിയിച്ചതാണ്. ആ ടീമാണോ ഇപ്പോൾ പുറപ്പെടാൻ പോകുന്നത്? പ്രജൻ, ആ സംഘം കന്യാകുമാരിയിലേക്ക് തിരിക്കുകയാണ്. ഈ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള ഒരു സംഘം കന്യാകുമാരിയിലേക്ക് തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ACP പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ പറ്റും എന്ന ആത്മവിശ്വാസത്തിലാണ് അവർ പോകുന്നത്. കൃത്യമായൊരു സൂചന, കുട്ടി എവിടെയുണ്ടെന്നുള്ള തരത്തിൽ കൃത്യമായൊരു സൂചന പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടേക്കാണ് അവർ തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരൊക്കെ പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്തിക്കൊണ്ട് മടക്കി കൊണ്ടുവരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാതാപിതാക്കളെ ഏൽപ്പിക്കും, സുരക്ഷിതമായി ഏൽപ്പിക്കും എന്നുള്ളതാണ് ഈ പോലീസ് സംഘം പറയുന്നത്. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ കന്യാകുമാരിയിലേക്ക് തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ACP നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായൊരു സൂചന, പെൺകുട്ടി എവിടെയുണ്ട് എന്നുള്ളതിൽ കൃത്യമായൊരു സൂചന കേരള പോലീസിന് കിട്ടിയിട്ടുണ്ട്. കേരള പോലീസിന്റെ ഈ സംഘത്തിന്, കഴക്കൂട്ടം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അവർ തിരിച്ചിരിക്കുന്നു, കന്യാകുമാരിയിലേക്ക് ഭാഗത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിത ശ്രമം അത് ഈ വൈകിയവേളയിലും തുടരുകയാണ്. സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഏതായാലും കുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ. ഏതായാലും വരും മണിക്കൂറുകളിൽ അത്തരമൊരു ശുഭവാർത്ത നമ്മളെ തേടി എത്തും എന്നുള്ളത് തന്നെയാണ്. ഈ പെൺകുട്ടിയെ കണ്ടെത്തി എന്ന തരത്തിലുള്ളൊരു വാർത്ത എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആ സംഘം തിരിച്ചിട്ടുണ്ട്, കന്യാകുമാരിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘമാണ് പോകുന്നത്. ഇത്തരത്തിൽ കൃത്യമായൊരു സൂചന എവിടെയുണ്ട് എന്ന തരത്തിലുള്ളൊരു കൃത്യമായൊരു സൂചന കേരള പോലീസിന്, ഈ കഴക്കൂട്ടം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു യാത്ര ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായത്. അല്പസമയം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ പുറത്തുവിട്ട 24 പുറത്തുവിട്ട ആ ചിത്രം തന്നെയാണ്. ആ ബബിത എന്ന യാത്രക്കാരി, പാറശാല സ്വദേശി എടുത്ത ആ ചിത്രം ഈ സംഭവത്തിൽ, ഈ കേസിൽ നിർണായകമായ ഒരു തെളിവായി. അതിനുശേഷമുണ്ടായ അന്വേഷണം, തുടരന്വേഷണത്തിലാണ് ഈ പെൺകുട്ടി എവിടെയുണ്ടെന്നുള്ള കൃത്യമായ ഒരു സൂചന പോലീസിന് ലഭിക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ മറ്റ് തുടരന്വേഷണങ്ങൾ മൊഴിയെടുത്തതും ഈ ബബിത പാറശാലയിൽ ഇറങ്ങി പാറശാല സ്വദേശിനിയാണ്. പാറശാലയിൽ വരെ ഈ പെൺകുട്ടി യാത്ര ചെയ്തിരുന്നു എന്നുണ്ട്. അതിനുശേഷവും ഈ പെൺകുട്ടി യാത്ര ചെയ്തു എന്നുള്ളതാണ് ACP നമ്മളോട് അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായ ഒരു സൂചന നൽകിയിട്ടുണ്ട്. പക്ഷെ അത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഈ കുട്ടിയെ ഈ 13 വയസ്സുകാരി കഴക്കൂട്ടത്തു നിന്നും ഈ 18-19 മണിക്കൂറുകൾക്ക് മുമ്പ് കാണാതായി, ഇന്ന് രാവിലെ 10 മണിക്ക് കാണാതായ ആ പെൺകുട്ടിയെ കണ്ടെത്തും എന്നുള്ളതാണ് പോലീസിന്റെ ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം. എന്തായാലും വ്യക്തമായ സൂചന അതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് കേരള പോലീസിന് എന്നുള്ളതാണ് ഏറ്റവും അറിയിക്കാനുള്ള പ്രതീക്ഷ നിർഭരമായ ഒരു വാർത്ത. ശരി, ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കേരള പോലീസിന്റെ ഒരു സംഘം, ആദ്യ സംഘം ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അതിൽ വനിതാ പോലീസ് ഉൾപ്പെടെ ഉണ്ട് എന്ന ദൃശ്യങ്ങളിൽ സഹിതം നമ്മൾ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ആദ്യ സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. മണിക്കൂറുകൾക്കും കന്യാകുമാരിയിലേക്ക് കേരള പോലീസിന്റെ ആ സംഘം എത്തും. പിന്നീട് കന്യാകുമാരിയിലെ പോലീസുമായി ചേർന്നായിരിക്കും അവിടുത്തെ പരിശോധനയും നീക്കങ്ങളും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. തസ്മീത്ത് കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്തു എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഈ നീക്കങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും നിർണായകമായ ഈ ചിത്രം അത് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ഈ നീക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബബിത എന്ന പാറശാലയിൽ നിന്നും ഈ ട്രെയിനിൽ കയറി യാത്രക്കാരി നടത്തിയ നീക്കമാണ് പോലീസിനെ ഏറെ സഹായിച്ചത്. പോലീസ് നൽകിയ വിവരങ്ങളും ഒപ്പം തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ നൽകിയ വിവരങ്ങളെല്ലാം അറിഞ്ഞ ശേഷമാണ് ബബിത ഈ പെൺകുട്ടിയുടെ ചിത്രം അത് മൊബൈൽ ക്യാമറയിൽ പകർത്തി പോലീസിന് കൈമാറിയത്. അതാണ് ഏറ്റവും നിർണായകമായ ലീഡായി ഈ കേസിൽ മാറിയത്. പകൽ നേരത്ത് യാത്ര ചെയ്യുന്ന
രീതിയിൽ തന്നെയാണ് ആ ചിത്രം ലഭിച്ചതും. അതുകൊണ്ട് തന്നെ അത് ഏത് ട്രെയിനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ അതിൻ്റെ സഞ്ചാരഗതി, അത് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കന്യാകുമാരിയിലേക്കാണെന്ന കാര്യം കൂടി പിന്നീട് അറിയുകയായിരുന്നു. കന്യാകുമാരി കേന്ദ്രീകരിച്ചായിരിക്കും അടുത്ത യാത്ര, അടുത്ത അന്വേഷണങ്ങൾ എന്ന കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. നമ്മൾ നേരത്തെ ആദ്യ CCTV ഫുട്ടേജിൽ കണ്ട അതേ ഡ്രസ്സ് ധരിച്ച രീതിയിലാണ് ഈ പെൺകുട്ടി ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അതും കൃത്യമായി മാച്ച് ചെയ്തു. അങ്ങനെ പോലീസിന് ആദ്യം ലഭിച്ച ആ CCTV ഫുട്ടേജും ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ലഭിച്ച ചിത്രവും തമ്മിൽ മാച്ച് ചെയ്തു. മാത്രമല്ല കയ്യിൽ ഉണ്ടായ ബാഗ്, അത് നേരത്തെ നമ്മൾ ആദ്യം കണ്ട CCTV ഫുട്ടേജിൽ പെൺകുട്ടി പുറത്ത് ധരിച്ച രീതിയിലായിരുന്നു. ആ ബാഗാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തൊട്ടടുത്ത്, സീറ്റിൽ തൊട്ടടുത്ത് ആ പെൺകുട്ടിയുടെ അടുത്തായി ഉള്ളത്. അങ്ങനെ ഇതെല്ലാം വെച്ചുകൊണ്ട് പോലീസ് അത് തസ്മിത്ത് തന്നെയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് അത് കുടുംബാംഗങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുകയും ചെയ്തു. അതേ തുടർന്നാണ് ഈ കാര്യത്തിൽ സ്ഥിരീകരണം പോലീസ് വരുത്തുകയും ചെയ്തത്. VA ഗിരീഷ് കൂടി ചേരുന്നുണ്ട്. ഗിരീഷ്, ഈ ബവിത നൽകിയ പ്രധാനപ്പെട്ട ചില വിവരങ്ങളുണ്ട്. യാത്രയിൽ ഉടനീളം ഈ പെൺകുട്ടി തസ്മീത്ത് കരയുകയായിരുന്നു എന്ന് ബവിത കണ്ടെത്തി. അതേ തുടർന്ന് ഒരു സംശയം തോന്നി. അങ്ങനെയാണത് ഒരു ഫോട്ടോ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തത്. പിന്നീടാണ് ഈ പോലീസിൻ്റെയും ഒപ്പം മാധ്യമങ്ങളുടെയൊക്കെ വിവരങ്ങൾ അവരറിയുന്നത്. അതേ തുടർന്നാണ് അതിൽ കണ്ട നമ്പറിലേക്ക് ഈ ഫോട്ടോ സഹിതം മറ്റു വിവരങ്ങൾ ബബിത നൽകുന്നത്. ബബിത നടത്തിയ നീക്കം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അഭിനന്ദനം അർഹിക്കുന്നതുമാണ്. ആ രീതിയിൽ പോലീസും അത് ശരിവെക്കുന്നതുമുണ്ട്. ഇനിയുള്ള നമ്മൾക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുരക്ഷിതയായി എപ്പോഴാണ് നമുക്ക് തസ്ബീത്തിനെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ നീക്കങ്ങൾ, എന്തൊക്കെ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്? പ്രജിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രജിൻ പറഞ്ഞതുപോലെ ആ യാത്രക്കാരിക്ക് ഈ പെൺകുട്ടി ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ട ഒരു അസ്വാഭാവികതയാണ്. ഇതാണ് ഒരു ലീഡിലേക്ക് എത്തിച്ചത്. അതുവരെ CCTVയെ മാത്രം ആശ്രയിച്ചിരുന്ന പോലീസിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു ഈ ഫോട്ടോ. സ്വാഭാവികമായും ഇത് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ പെൺകുട്ടിയെ കാണാനില്ല. അതോടൊപ്പം തന്നെ സൈബർ ടീം തയ്യാറാക്കിയ പോസ്റ്റർ ഉൾപ്പെടെയുള്ളവ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ ബവിത ഈ ഫോട്ടോ പോലീസിന് അയച്ചു നൽകിയതും തുടർന്ന് പോലീസ് ഇതിനകത്ത് നിർണായകമായ ഒരു ലീഡ് ഉണ്ടാക്കുന്നത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തന്നെ കന്യാകുമാരി പോലീസ് ഉൾപ്പെടെയുള്ള RPF ഉൾപ്പെടെയുള്ള സംഘം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അതോടൊപ്പം തന്നെ കന്യാകുമാരി പരിസരത്തും പെൺകുട്ടിക്കായി വിശദമായ ഒരു പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരോട്, കാരണം ഈ ബവിത ഈ വിഷയം പറയുന്നു, കുട്ടിയുടെ ഫോട്ടോ പോലീസിന് അയച്ചു നൽകുന്നു. സ്വാഭാവികമായും ബവിതയോടൊപ്പം യാത്ര ചെയ്ത മറ്റൊരു യാത്രക്കാരിൽ നിന്നുകൂടി ഈ വിവരത്തിന്റെ കൃത്യത ഉറപ്പാക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ കൃത്യത അവരെയും ആ യാത്രക്കാരിയെയും വിളിച്ച് കൃത്യത ഉറപ്പാക്കിയ ശേഷമാണ്, അല്ലെങ്കിൽ വിവരത്തിന്റെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമാണ് പോലീസ് ഇത് സംബന്ധിച്ച സന്ദേശം കന്യാകുമാരി SPക്ക് കൈമാറുന്നത്. അതോടൊപ്പം തന്നെ RPFന്റെ കൺട്രോൾ റൂമിലേക്കും ഈ വിഷയം കൈമാറുന്നത്. അതോടൊപ്പം നാഗർകോവിൽ SPയും വിവരം അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ ട്രെയിൻ പാറശാലയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ, പാറശാലയിലാണ് ബവിത ഈ കുട്ടിയെ കാണുന്നതും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം പാറശാലയിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഉള്ളത് പ്രധാനപ്പെട്ട 3 സ്റ്റോപ്പുകളാണ് കന്യാകുമാരിയിൽ എത്തുന്നത് വരെ. ഇതിൽ കുഴിത്തുറയുണ്ട്, എരണിയിലുണ്ട്, അതോടൊപ്പം നാഗർകോവിലുണ്ട്, പിന്നീട് കന്യാകുമാരിയുണ്ട്. സ്വാഭാവികമായും ഈ ഏതെങ്കിലും സ്റ്റോപ്പിൽ കുട്ടി ഇറങ്ങാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പരിശോധന ഇപ്പോൾ വ്യാപകമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം മറ്റ് 2 സ്റ്റേഷനുകളിലും പരിശോധന നടത്തുന്നുണ്ട്. എന്നാലും പോലീസിന്റെ നിഗമനം ഈ കുട്ടിക്ക് സ്ഥലമറിയില്ല, അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ അവസാനിക്കുന്ന എത്തിച്ചേരുന്ന അവസാന സ്റ്റോപ്പിൽ കുട്ടി ഇറങ്ങും എന്നുള്ളതാണ്. മറ്റൊരു ആശങ്ക കൂടി പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ ട്രെയിനിൽ തന്നെ കുട്ടി തിരിച്ചു വരാനുള്ള ഒരു സാധ്യത, ഇതിന്റെ സാധ്യത കൂടി ഇപ്പോൾ കന്യാകുമാരി പോലീസിനെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കേരള പോലീസിന്റെ 5 അംഗ സംഘം, വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള 5 അംഗ സംഘം ഇവിടെ നിന്നും തിരിച്ചിട്ടുണ്ട് കന്യാകുമാരിയിലേക്ക്. ഇവർ കൂടി ഈ പരിശോധനയിൽ പങ്കാളിയാകും. ഇതിനുശേഷം കുട്ടിയെ സുരക്ഷിതമായി മടക്കിയെത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കേരള പോലീസിന്റെ ഉറച്ച വിശ്വാസം. കാരണം കുട്ടി എങ്ങോട്ടേക്കാണ് പോയത് എന്ന് സംബന്ധിച്ച കൃത്യമായ ലീഡിലേക്ക് എത്താൻ, കൃത്യമായ ഒരു വഴിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിയെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിയും. മാത്രമല്ല ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അത് തമിഴ്നാട് പോലീസിന് കൈമാറുന്നതിനും കന്യാകുമാരി SPയെ നേരിട്ട് വിളിച്ച് ഇക്കാര്യങ്ങളുടെ ഗൗരവം അറിയിക്കുന്നതിനുമൊക്കെ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് അവിടെ എത്തുമ്പോഴേക്കും ഒരുപക്ഷെ കന്യാകുമാരി പോലീസ് ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ കേരള പോലീസിനുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിവരം, കാരണം
കുഞ്ഞിനെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. കാരണം നിസ്സാരമായ ഒരു വഴക്കിൻ്റെ പേരിൽ ശകാരിച്ചതിൻ്റെ പേരിൽ വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ് ആ കുട്ടി. കയ്യിൽ 50 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൽ 10 രൂപ ബസ്സിന് ചെലവാക്കിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നഗരത്തിലേക്ക് വന്നിറങ്ങിയത്. നേരത്തെ കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രതിസന്ധി CCTV ദൃശ്യങ്ങളെ ആശ്രയിച്ച് മാത്രമേ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ 10:45 കുട്ടി AJ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ റോഡ് ക്രോസ് ചെയ്ത് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള വഴിയിലേക്ക് നീങ്ങുന്നത് കണ്ടു. ഈ ഭാഗത്ത് തന്നെയാണ് കൃത്യമായി തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായും ഇവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു നിഗമനം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ഇത് ഉറപ്പിക്കണമെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കൂടി ആവശ്യമായിരുന്നു. പക്ഷേ ഇതിനിടയിൽ തന്നെയാണ് നിർണായകമായ വഴിത്തിരിവായ ആ ഫോട്ടോ കേരള പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ ഈ കേസിലേക്ക് നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നു. തുടർന്ന് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നു. കന്യാകുമാരി പോലീസിന്റെയും നാഗർകോവിൽ പോലീസിന്റെയും സഹായത്തോടുകൂടി കുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരള പോലീസ്. പ്രജിൻ, VA ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.